സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കണേ, അവനെ പറയണേ, അവനെപ്പറ്റി ചിന്തിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ ധാരാളമായി നിസ്കരിക്കണമെന്ന് പറയുന്നതിനു പകരം, ധാരാളമായി നോമ്പെടുക്കണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ധർമ്മം കൊടുക്കണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ഉംറ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം, ധാരാളമായി അല്ലാഹനെ ഓർക്കണേ, അവനെ പറയണേ. മുസ്ലിമീങ്ങളെ, അവനവന്റെ ആത്മാവ് രക്ഷപ്പെടാൻ, ഈമാന് രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ വിനീതനായ ഞാന് 300 ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നില്ലേ, എന്നെ സൽക്കരിച്ചില്ലേ, പരനരക്കും സ്നേഹിച്ചില്ലേ, പരനരക്കും ഒത്താശ ചെയ്തില്ലേ, ചേരി കെട്ടി തന്നില്ലേ, മൈക്ക് തന്നില്ലേ, എന്തൊക്കെയാ നിങ്ങൾ എനിക്ക് നൽകിയത്? ഇതൊക്കെ ആഖിറത്തിൽ നമുക്കൊരു നേട്ടത്തിനല്ലേ? ദുനിയാവിൽ എന്നെ കൊണ്ടൊരു നേട്ടമില്ലല്ലോ, ആഖിറത്തിലല്ലേ? അതിനു വേണ്ടി ചെയ്തതല്ലേ? അല്ലാഹ് നിങ്ങൾക്ക് കബൂലാക്കണ്ടേ, ഇതുകൊണ്ട് ഉപകാരം കിട്ടണ്ടേ? അതുകൊണ്ട് വേദനയോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹനെ പറയുന്നിടത്ത് മുഴുവനും, അല്ലാഹനെ ഓർക്കുന്നിടത്ത് മുഴുവനും, അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് മുഴുവനും, അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുത്ത് നബിയെ മറന്നുകൂടാ. മുത്തുനബിയുടെ മേൽ പ്രാർത്ഥിക്കാതിരുന്നുകൂടാ. ഞാൻ രണ്ട് കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്ദരമായ ശരീരം നമുക്ക് സൃഷ്ടിച്ചു. ഈ ശരീരത്തിൽ കാണുന്ന ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും അവൻ നമുക്ക് സൃഷ്ടിച്ചു. ഈ സൗന്ദര്യം നമുക്ക് അവൻ തന്നു. അതേ സംസാരശേഷി നമുക്ക് അവൻ തന്നു. ചിന്തിക്കാൻ ബുദ്ധി അവൻ നമുക്ക് തന്നു. എല്ലാം പഠിക്കാൻ ബുദ്ധി തന്നതാരാ? നമ്മൾ പല ഡിഗ്രികളും പാസ്സായിട്ടുണ്ട്. ഭൗതിക തലത്തിൽ പല ഡിഗ്രികളും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. LLB മുതൽ, അതേ IPS മുതൽ, IAS മുതൽ, BA മുതൽ, ഇങ്ങനെ പലതും പഠിക്കുന്നുണ്ട്. അല്ലാഹ് ബിസിനസ്സിൽ നമുക്ക് നല്ല ഐഡിയകളുണ്ട്. ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും ചെന്നിട്ട് വലിയ വലിയ ബിസിനസ്സുകൾ നടത്തിയിട്ട് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിന് നല്ല ഐഡിയ നമുക്കുണ്ട്. അല്ലാഹ് ഇതിനൊക്കെയും ഐഡിയയും ബുദ്ധിയും നമുക്ക് തന്നതല്ലാ. സംസാരിച്ചുകൊണ്ട് ആരെയും നമ്മൾ കീഴ്പ്പെടുത്തുന്നുണ്ട്. ശേഷി തന്നതല്ലാ, കാണാൻ കാഴ്ച തന്നതല്ലാ. വളരെ സുന്ദരമായ ശരീരം നമുക്ക് തന്നത് കൊണ്ടാ നമ്മുടെ ഭർത്താവിന് നമ്മൾ പ്രിയപ്പെട്ടവളായത്, ഭാര്യയ്ക്ക് നമ്മൾ പ്രിയപ്പെട്ടവനായത്. അതേ, നമുക്ക് മക്കളെ തന്നിട്ടുണ്ട്, ആൺമക്കൾക്ക് ആൺമക്കളെ തന്നിട്ടുണ്ട്, പെൺമക്കൾ ആവശ്യമുള്ളവർക്ക് പെൺമക്കളെ തന്നിട്ടുണ്ട്, താമസിക്കാൻ പറ്റുന്ന വീട് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ വാഹനം റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങളാ, എത്രയെത്ര നിഅമത്തുകളാ. മോനെ, ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം നിന്റെ വായിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ അവസ്ഥ എന്താ?
ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, ഏത് വെള്ളവും കുടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതേ സമയത്ത് എത്രയെത്ര ആളുകളുണ്ട് കൃത്യമായി കണക്കാക്കപ്പെട്ട വെള്ളം മാത്രം കുടിക്കാവൂ എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇക്കഴിഞ്ഞ റമദാനിൽ ഒരു സഹോദരൻ, 19 വയസ്സുള്ള ഒരു സഹോദരൻ എന്നെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ റമദാനാ, നല്ല ചൂടുള്ള സമയമാ, വല്ലാത്ത ദാഹമാ, എന്റെ മക്കളും എന്റെ കുടുംബവും ഭാര്യയും എല്ലാവരും ഇഷ്ടം പോലെ മധുരമുള്ള വെള്ളം കുടിക്കുന്നു, തണുത്ത വെള്ളം കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, പലതും കുടിക്കുന്നു. എനിക്ക് അല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളമേ തരുന്നുള്ളൂ. തൊണ്ട നനയുന്നില്ല, ദാഹം തീരുന്നില്ല, ഒന്ന് വെള്ളം തരുന്നില്ല, കിഡ്നിക്ക് കംപ്ലൈന്റാ, വെള്ളം കുടിച്ചൂടാ, ഇഷ്ടം പോലെ കുടിച്ചൂടാ, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചൂടാ. എത്ര ആളുകളാ, കോടികളാ ആസ്തിയുണ്ട്, പക്ഷേ രാത്രി ഒന്നും കഴിച്ചൂടാ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ സലാഡ് പോലെ ഇത് മാത്രമേ കഴിച്ചൂടൂ. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോ എന്തൊരു പ്രയാസമാ. അല്ലാഹ് അൽഹംദുലില്ലാഹ് മുസഖ്ഖിരിൽ മുബ്ദിഇൽ ഖൽഖി വമുഈദി വമുസഖ്ഖിരിൽ റിസ്ഖി വമുഫീദി വഖാബിലി തൗബി വമുരീദി. അല്ലാഹ് പടച്ചത് അവനാ മടക്കി കൊണ്ടുവരുന്നത്, അവനാണ് വായിലിട്ട ഭക്ഷണം താഴേക്ക് ഇറക്കുന്നത്. എത്ര ആളുകൾക്ക് വെള്ളം വായിലൊഴിച്ചു കൊടുത്താല് 2 ഭാഗത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നവരില്ലേ, വയറ്റിലെത്തിയാൽ ദഹിക്കാത്തവരില്ലേ. ആട് തിന്നാലും പോത്ത് തിന്നാലും ഏത് ഭക്ഷണം കഴിച്ചാലും 4 മണിക്കൂറാകുമ്പോഴേക്ക് അതിന്റെ പോഷകങ്ങൾ പല അവയവങ്ങളിലേക്കും മാറിയിട്ട് വേസ്റ്റായിട്ട് കൃത്യമായി ദഹിക്കുന്നില്ലേ. ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ. ഇതൊക്കെ റബ്ബ് നമുക്ക് തന്നിട്ട് ആ റബ്ബിന് നന്ദി ചെയ്യാൻ, അവനെ പറ്റി ഒന്ന് പറയാൻ, അവനെ ഒന്ന് ഓർക്കാൻ, അവനൊന്ന് സുജൂദ് ചെയ്യാൻ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനെ ഒന്ന് ഓർക്കാനോ, അവനെ പറ്റി പറയാനോ, അവനെ പറ്റി കേൾക്കാനോ, അവനെ പറ്റി ചിന്തിക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ? ആ പടച്ച റബ്ബിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തക്ബീർ, തസ്ബീഹ്, തഹ്ലീൽ അടക്കമുള്ള സുജൂദ്, റുക്കൂ അടക്കമുള്ള ഈ പ്രവർത്തനത്തിന് പറയുന്ന നന്ദിക്ക് പറയുന്ന പേര് സ്വലാത്ത് എന്ന, നിസ്കാരം എന്ന. അതേ സമയത്ത് അല്ലാഹുവിനെ നമുക്ക് പരിചയം